നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സ്പോൺസറിങ് സ്കിൽ. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ 21 ദിവസങ്ങൾ മതി. പക്ഷേ IMC പോലെ വേൾഡിലെ ഏറ്റവും മികച്ച ഒരു മാർക്കറ്റിംഗ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ IMCയിൽ പ്രത്യേകിച്ചും സ്പോൺസറിങ് ഇൻകം വളരെ വളരെ വലുതാണ്. അപ്പോൾ ഇതിനെ അവഗണിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുന്നത് ഒരു വലിയ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാനാണ് IMCയുടെ മാർക്കറ്റിംഗ് പ്ലാൻ. അതിലെ ഒരു ഇൻകം സ്പോൺസറിങ് ഇൻകമാണ്. അതിൻ്റെ പേര് പെർഫോമൻസ് ബോണസ് എന്നാണ്. പക്ഷേ സ്പോൺസറിങ്ങുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്ര മികച്ചതാണെന്ന് പറയാൻ കാരണം വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്പോൺസറിങ് ഇൻകത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പ്ലാനാണിത്. 47% എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ 47%ലേക്ക് ഒരു പെർഫോമൻസ് ബോണസ് ഒരു ഗ്യാപ്പ് കമ്മീഷൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സാധ്യതകൾ വളരെ വളരെ വലുതാണ്. ഇതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സ്പോൺസറിങ് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റുള്ള വീഡിയോ കാണുക. ഇവിടെ സ്പെസിഫിക് ആയിട്ട് IMCയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൻ്റെ ഒന്ന്, ഒരു അക്യുമുലേഷൻ പ്ലാൻ വഴിയാണ് ഒരാൾ വളരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ 2500 BV ആകുമ്പോഴേക്കും ഇവിടെ 10%കാരനാവും. അയാൾ ഒരു 10,000 BV ആകുമ്പോഴേക്കും 20%കാരനാകുന്നുണ്ട്. 40,000 BV അക്യുമുലേറ്റ് ചെയ്തിട്ടാണ്, ഒരു മാസമല്ല, കൂട്ടിച്ചേർത്ത രീതിയിൽ ആകുമ്പോഴേക്കും അദ്ദേഹം ഇവിടെ 25%, 70,000 BV എത്തുമ്പോഴേക്കും 30% ആകുന്നുണ്ട്. ഇത് അക്യുമുലേഷനാണ്. സോ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 30% നിൽക്കുന്ന ഒരാൾ അദ്ദേഹം ചിലപ്പോൾ വിറ്റിട്ടായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക, വാങ്ങിയിട്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുക, ടീമിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുക. കൂട്ടായ്മയിലൂടെ 30% എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജിലേക്ക് എത്തുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ. അയാൾ ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ, 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അയാൾ വാങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന അയാൾക്ക് 3,000 രൂപ ഉണ്ടാവും. അതുകൂടാതെ ഇതിൻ്റെ ഒരു 3,300 ചില്ലാൻ BV ആണെങ്കിൽ അതിൻ്റെ 30%ആയിട്ടുള്ള 1,000 രൂപ അദ്ദേഹത്തിന് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. 10,000 രൂപയുടെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു വീട്ടിലേക്ക് വാങ്ങുന്ന ഉൽപ്പന്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഒരു വീട്ടിലേക്ക് ഒരു 30% ഉള്ള ഒരു വ്യക്തി ഒരു വീട്ടിലേക്ക് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചാൽ പോലും അദ്ദേഹത്തിന് 4,000 രൂപ അയാൾക്ക് പോക്കറ്റ് ചെയ്യാൻ പറ്റും. മറ്റു പല കമ്പനികളിലും എല്ലാ മാസവും ഈ 30%ലേക്ക് എത്തണമെങ്കിൽ അത്രയധികം വോള്യൂം ചെയ്ത ആളുകൾക്ക് മാത്രമേ 30% മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പല കമ്പനികളിലും ഇല്ല തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെർസെൻറ്റേജിൻ്റെ ഇഫക്റ്റ് വളരെ വലുതാണ്. ഈ സമയത്ത് ഈ 30%ൽ ഇരിക്കുന്ന ഒരാൾ, ആ സമയത്താണ് അയാൾക്ക് ആക്റ്റീവായിട്ട് ബിസിനസ്സിൽ പങ്കെടുക്കാൻ തോന്നുന്നതെങ്കിലോ, പുതുതായിട്ട് വരുന്ന ഒരാൾ എഗെയിൻ വരുന്നത് 0%ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഒരു 1000 BVയുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും ആ 1000ൻ്റെ 30%-ആയ 300 രൂപ ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഹെവി ആയിട്ടുള്ളൊരു പ്ലാനാണ്. ഇതിന് പലതരത്തിലുള്ള ഡയമെൻഷൻസും ഉണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, ഒരാൾ റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ പോലും ഈ അക്യുമുലേഷൻ പ്ലാൻ ഇത്രയും പെർസെൻറ്റേജ് പേഴ്സണലായിട്ടുള്ളത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഞാനൊരു പുതിയ ആളെ സ്പോൺസർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹ്യൂജ് ഗ്യാപ്പ് അവിടെ ഉള്ളതുകൊണ്ട് ആളുകൾ എപ്പോഴും സസ്റ്റെയിൻ ചെയ്യും. പുതിയ ആളുകളെ സ്പോൺസർ ചെയ്യുന്നതൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറും. അപ്പോൾ അത് ഇയാൾ വളരെ സാവധാനം, ഇയാൾ 70,000 ആകുന്നത് വരെ ഈ ഗ്യാപ്പ് കമ്മീഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒരു 70,000 ആയാൽ 30 എന്നുള്ളത് 33 ആയി. 2 ലെഗുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരാളെ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആക്കുകയാണെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ 30% നല്ല വരുമാനം മേടിക്കുന്ന ഒരാളായി മാറും. മറ്റു കമ്പനികളുടെ പോലെ ഫാൻസി ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ അല്ല. ഇത് നല്ല വരുമാനം മേടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഒരു സ്ഥലമായിട്ട് ഇത് മാറുന്നു. തൽഫലമായിട്ട് ഇവിടെ 33% വരുന്നു. അപ്പോഴും 3% ഓവർ റൈഡ് കിട്ടുന്നു. അടുത്ത ആളെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് അക്യുമുലേഷൻ്റെ സപ്പോർട്ടോടുകൂടി. എഗെയിൻ ഈ പറയുന്ന ഇയാൾ 36% ആവുന്നു. ഇങ്ങനെ 45%ലേക്ക് വെറും 5 ലെഗുകൾ കൊണ്ട് എത്താൻ സാധിക്കുന്നു. ഇതാണ് സ്പോൺസറിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പുതിയൊരാളെ നിങ്ങൾ സ്പോൺസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പുതിയൊരാളെ നിങ്ങൾ സ്പോൺസർ ചെയ്യുമ്പോൾ ആ സ്പോൺസർ ചെയ്ത ആളെ ഈ പറയുന്ന ലെഗിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്താലും ആ ആള് 0% നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ 45-ലാണ് നിൽക്കുന്നത്. ലൈഫ് ലോങ് ഈ 0 to 45 അയാൾ 5 ലെഗ് ഡെവലപ്പ് ചെയ്ത് ചെയർമാൻ ആകുന്നത് വരെ ഓവർ റൈഡ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ചെറിയ പെർസെൻറ്റേജിലും 2%-ലും 4%-ലൊക്കെ കട്ട് ചെയ്ത് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ള സുഹൃത്തുക്കളെ. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഇതൊരു ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള ഒരു പ്ലാനാണ്. ഈ ഒരൊറ്റ പെർഫോമൻസ് ബോണസ് മാത്രം മതി തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല വരുമാനം ഈ കമ്പനിയുടെ വർക്ക് കൊണ്ട് നേടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഏതൊരാളെ പുതിയ ആളെ സ്പോൺസർ ചെയ്യാനും അദ്ദേഹത്തെ ഈ എക്സിസ്റ്റിംഗ് 5 ലെഗുകളുടെ താഴെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക്, ഏത് വീക്കായിട്ടുള്ള ആളുടെ താഴെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. സ്പോൺസറിങ് ഇൻകം ലൈഫ് ലോങ് നിങ്ങൾക്ക് മാത്രമാണ് കിട്ടുക. അതേസമയം ഈ വോള്യൂം മുഴുവൻ
ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ കിട്ടുകയും ചെയ്യും. ബാക്കി 18 ഇൻകങ്ങളിൽ ഈ ഒരു സ്പോൺസറിങ് ഇൻകം നിങ്ങൾക്ക് മാത്രമായിരിക്കും, പക്ഷേ ബാക്കി 17 ഇൻകവും ഈ പറയുന്ന ആളെ കൊണ്ട് ഈ ടീമിനുണ്ടാവും എന്ന് പറയുമ്പോൾ ആ ടീമിലുള്ളവർക്ക് നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും ആദരവും വർദ്ധിക്കും. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് കൂടും. കാരണം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ടീമിലേക്ക് ഉണ്ടാക്കുന്നതിന് ഈ ഒരു സ്പോൺസറിങ്ങിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഇവിടെ സ്പോൺസർ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? ആളുകൾ ഫ്രീ ആയിട്ട് വന്ന് ജോയിൻ ചെയ്യാനും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും ഈ പറയുന്ന ഇൻഡസ്ട്രിയുടെ വലിപ്പം മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങൾക്ക് ഒന്ന് സഹായിക്കാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് നിലനിൽക്കുന്ന ചൂടോടുകൂടി ആ കാര്യങ്ങൾ അനുവർത്തിക്കുന്ന സ്ഥിരമായി വാങ്ങുന്ന ആളുകളെ സൃഷ്ടിക്കാൻ ഒരു വിഷമമില്ല ഇവിടെ. അതിന് കൈ നിറച്ച് പണം നിങ്ങൾക്കും നിങ്ങളുടെ ടീം അംഗങ്ങൾക്കും കിട്ടുന്ന ഒന്നാന്തരം ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സ്പോൺസറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി സ്പോൺസറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും മറ്റു പല കോൺടെസ്റ്റുകളും ലീഡേഴ്സും സ്പോൺസറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശീലത്തിലേക്ക് കടന്നു വരിക. വൺസ് ആ ശീലം വന്നാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇൻകം തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ വ്യക്തിയും ലൈഫ് ലോങ് ഇൻകം തരുന്ന ഒരാളായി മാറുകയാണ്. നിങ്ങൾ 45%, ദെൻ 45.5, 47% വരെ വരുന്ന ഒരു റാങ്കാണ് ഈ പറയുന്ന കൊഹിനൂർ എന്ന് പറയുന്ന റാങ്ക്. അപ്പോൾ ഈ 47% വരുന്ന ഒരാൾ ഓരോ കൊല്ലം സ്പോൺസർ ചെയ്താൽ പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 10 വർഷം ഓരോരുത്തരെ സ്പോൺസർ ചെയ്താൽ പോലും നിങ്ങൾ അവിടെ സസ്റ്റൈനബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 100 പേരെ സ്പോൺസർ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? ഫ്രീ ആയിട്ട് വന്ന് ജോയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന 100 പേരെ കൊണ്ടുവരാൻ എന്താ ബുദ്ധിമുട്ട്? ആ 100 പേരെ നിങ്ങൾ 5 ലെഗുകളിലായിട്ട് വിന്യസിക്കുകയാണെങ്കിൽ സ്പോൺസറിംഗ് ഇൻകം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ടീമിൻ്റെ മറ്റുള്ള ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിനേക്കും മറ്റുള്ള സീനിയർ ലീഡർഷിപ്പ് പെർസെൻറ്റേജിലേക്കൊക്കെ അത് പരിഗണിക്കുകയും അവരുടെ റാങ്കിലേക്ക് അത് പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പ്ലാനാണ്. അതിലെ സ്പോൺസറിങ് ഇൻകം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. ഇനീഷ്യലി തുടക്കകാലങ്ങളിൽ വളരെയധികം ക്രിട്ടിക്കലാണ്. ആദ്യത്തെ 90 ദിവസം നമ്മൾ മിഷൻ 90 ആയിട്ട് പോകുമ്പോൾ ആദ്യത്തെ 45 ഡേയ്സ് പരമാവധി ആളുകളെ സ്പോൺസർ ചെയ്ത് 5 ലെഗുകളിലായിട്ട് താത്താനും അതിനുശേഷമുള്ള 45 ഡേയ്സ് അവരുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനും നിന്ന് കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറുകയും നിങ്ങളുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ വോളിയവും ഇത് രണ്ടും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തുകയും വളരെ ഭേദപ്പെട്ട നിലയിലേക്ക് നിങ്ങളുടെ വരുമാനം പെർമനൻ്റ് ആയിട്ട് എത്തിക്കാനും ഈ ഒരു സ്കില്ല് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് സ്പോൺസറിങ്ങിനെ വളരെ സീരിയസ് ആയിട്ട് കാണുക. പുതിയ ആളുകൾക്ക് ഈ ഒരു വീഡിയോ ലീഡേഴ്സ് ലഭ്യമാക്കുക. താങ്ക് യു വെരി മച്ച്.